പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ നാട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നല്ല കുറേ ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു. അതുകൊണ്ട് തോട്ടിലൊക്കെ നല്ലതുപോലെ വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ തോട് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. പണ്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി കുളിച്ച തോടാണ് കേട്ടോ. കുളിക്കലും നനക്കലും കളിക്കലും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മളിതാ ഞാൻ ഒത്തിരി നാളായിട്ട് ഇപ്പോൾ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നാട്ടിൽ ഉണ്ടാവൽ, മഴ തുടങ്ങുന്ന സമയമാകുമ്പോൾ ഞാൻ എപ്പോഴും പോകാറുണ്ട്. നാട്ടിൽ നിന്ന് പോവും. ആ വെക്കേഷൻ ടൈമിലാണല്ലോ ഞാൻ എപ്പോഴും നാട്ടിൽ വരാറുള്ളത്. അപ്പോൾ നമ്മളിതാ തോട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഞാൻ തോട് കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം മക്കളെയൊന്നും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ അവരെയൊക്കെ ഉറക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയത്. നമ്മുടെ കിണറിലൊക്കെ മൊത്തം വെള്ളമാണ്, നിറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ വെള്ളം. പിന്നെ അവിടെ ഞാനിപ്പോൾ വന്നത് നമ്മുടെ റോഡാണ്. റോഡിൽ ഫുള്ള് വെള്ളമാണ്. അത് ഇങ്ങനെ തോട് പോലെ ആയിട്ടുണ്ട്. അതിന് കുറച്ച് മുകളിലാണ് നമ്മൾ പണ്ടൊക്കെ കുളിച്ചത് കേട്ടോ. പണ്ടത്തെ കുളിക്കലും അലക്കലും ഒക്കെ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ പണ്ട് അലക്കലും കുളിക്കലൊക്കെ അധികം ഇവിടെയാണ് കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും താഴെ ഒരു കുഴിയുണ്ട്, അവിടേക്ക് പോവും. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ മുകളിലോട്ട് ഒരു കുഴിയുണ്ട്. ഈ കുഴിയുള്ള സ്ഥലത്ത് മാത്രമേ നമുക്ക് അലക്കാനും കുളിക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഏകദേശം ഇവിടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പണ്ടൊക്കെ അധികം ഇവിടെ വന്നിരിക്കും കുറേ നേരം, 1-2 മണിക്കൂർ ഈ വെള്ളത്തിൽ. എന്ത് രസമാണെന്നറിയോ. ഇപ്പോൾ അതവിടെ ഇങ്ങനെ മണ്ണൊക്കെ വന്നിട്ട് കുഴിയൊക്കെ, ഒന്നാമത് കുഴിയൊക്കെ പോയി കിടക്കുന്നുണ്ട്. വലിയ കുഴിയൊന്നുമില്ല. ആരും ഇവിടെ ഇപ്പോൾ അലക്കലൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ കാണുന്നതൊക്കെ കുടംപുളിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറേ ഒഴുകിപ്പോയി കേട്ടോ. ഇങ്ങനെ എറിയുമ്പോൾ ഇപ്പോൾ ഒന്ന് എറിയുമ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ മൊത്തം ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്, നിറയെ ഉണ്ട് അതിനകത്ത് കിടക്കുന്നത്. ഇനി നമുക്കൊരു ചക്കമരം കാണാം. അങ്ങനെ ഇവിടുന്ന് നമ്മൾ നേരെ പോവാണ്. ഇതാട്ടോ കുഞ്ഞു തോടാണ്, വലിയ തോടൊന്നും അല്ല. പക്ഷെ ഇതൊക്കെ പണ്ട് കാലത്ത് നമുക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. ഇപ്പോഴും ഇഷ്ടമൊക്കെയാണ്. ഇപ്പോൾ പിന്നെ നമുക്ക് പോകാനൊന്നും സമയം കിട്ടാറില്ല. അത് ഇവിടെ തന്നെ ഒരു പ്ലാവ് ഉണ്ടായിരുന്നു, ഒരു നിറയെ ചക്കയുണ്ട് കേട്ടോ. താഴെ തന്നെ ചക്ക ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് കാണിക്കാമെന്ന്. പിന്നെ തിരിച്ചു വന്നോട്ടെ. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടി പോകുന്ന റോഡാണ്. അത് തോടല്ല കേട്ടോ. തോടിലത്തെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നതുകൊണ്ട് അത് തോട് പോലെ തോന്നുന്നു. ഈ വെള്ളം താഴോട്ട് വീഴുന്ന കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് വന്ന് നിന്ന് ഇങ്ങനെ കാണിക്കാം കേട്ടോ. പോസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടാണെങ്കിൽ ഇതിലേക്ക് ഓടി നടന്ന് എപ്പോഴും തോട്ടിലും വെള്ളത്തിലൊക്കെ കളിച്ച ആളാണ്. ഇപ്പോൾ ആണെങ്കിൽ ഇതൊക്കെ കാണാൻ എനിക്ക് കൊതിയാണ് സത്യമായിട്ടും. നാട്ടിലില്ലാത്തവർക്കറിയാമല്ലേ നമ്മൾ നാടിനെയൊക്കെ എത്ര മിസ് ചെയ്യുന്നു. മിസ് ചെയ്യുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കുഞ്ഞു തോടൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാം കേട്ടോ. അത്രയേ ഉള്ളൂ. നമ്മുടെ തോട് കുറച്ച് താഴെ വരെ ഒരുപാട് പോകുന്നുണ്ട്. അത്രയും ദൂരമൊന്നും ഞാൻ പോയില്ല. നിങ്ങൾക്ക് ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ തോട്ടിൻ്റെ ഇത് കാണിച്ചത്. ഇതെൻ്റെ വീടാണ് കേട്ടോ. എൻ്റെ വീട് ഫുള്ളായിട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. അപ്പോൾ നമ്മുടെ വീടും ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇരുന്നിട്ട് ഒരാൾ തുമ്മാൻ കുനിക്കുന്നുണ്ട്. അതെൻ്റെ വെല്ലിച്ചനാണ്, എൻ്റെ അമ്മേൻ്റെ അച്ഛനാണ്. അപ്പോൾ നമ്മൾ വെല്ലിച്ചൻ്റെ അടുത്ത് ഒന്ന് മെല്ലെ പോവാണ്. വെല്ലിച്ചൻ ഞാൻ വരുന്നത് കണ്ടിട്ടില്ല. എന്താ സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പോയിട്ടൊന്ന് ഇരുന്ന് നോക്കാം. ചിലപ്പോൾ എന്നെ ഓടിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓടുന്നത് കാണാം. അല്ലെങ്കിൽ ഒന്നും പറയത്തില്ല കേട്ടോ. ചിലപ്പോൾ നല്ല മൂടാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഒന്ന് വെല്ലിച്ചനതാ
ഇതെൻ്റെ വെല്ലിച്ചനാണ്. ഒന്ന് നോക്കൂ വെല്ലിച്ചാന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഒന്നും പറഞ്ഞില്ല കേട്ടോ, നല്ല മൂടായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും കിട്ടിയില്ല വഴക്കൊന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ നാടും തോടും ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ